ചീക്സ് തൊട്ടപ്പോ മമ്മ നോ എന്ന് പറഞ്ഞ. ആ അങ്കിൾ ഒരു സ്ട്രേഞ്ചർ അല്ലേ, നമുക്ക് അങ്കിളിനെ അറിയില്ലല്ലോ. അപ്പൊ അങ്കിൾ മോളുടെ ചീക്സ് തൊടേണ്ട ആവശ്യമില്ലല്ലോ. എന്നാലും അങ്കിൾ ഒന്ന് ജസ്റ്റ് ചീക്സ് ഇട്ടല്ല, അങ്കിളിന് ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല. ഈ അങ്കിളിന് ഉദ്ദേശം ഉണ്ടായിട്ട് കാണില്ല. ഇനി അടുത്തൊരു അങ്കിൾ വരുമ്പോൾ ഒരു ബാഡ് ഉദ്ദേശത്തോടാണെങ്കിലോ മോൾ എപ്പോഴും സേഫ് ആയിരിക്കണം. മോൾക്ക് എപ്പോഴും അറിയണ്ടേ ഏത് അങ്കിളാണ് നല്ല ഉദ്ദേശത്തോടെ ഏതാ ചീത്തെന്ന്. ആ മോൾക്ക് കൺഫ്യൂഷൻ ആവും. ഈ ശരിക്കും ആ നോ പറയേണ്ടിരുന്നത് മോളായിരുന്നു. അത് മോള് പറയാത്തോണ്ടാണ് ആ സമയത്ത് മമ്മ നോ എന്ന് പറഞ്ഞത്. ചില ടച്ചസ് ഗുഡ് ആയിരിക്കും, ചില ടച്ചസ് ബാഡ് ആയിരിക്കും. അത് മോൾക്ക് ഇങ്ങനെ മനസ്സിലാകുന്ന പറയുമ്പോൾ മോളെ തൊടുമ്പോഴ് മോൾക്ക് അതൊരു അൺകംഫർട്ടബിൾ, അത് ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അതൊരു ബാഡ് ടച്ചാണ്. അത് നമ്മൾ സമ്മതിക്കേണ്ട കാര്യമില്ല. ചില അങ്കിൾസ് വരുന്ന ചീക്സ് ഒക്കെ തൊടുമ്പോൾ നമുക്കത് കംഫർട്ടബിൾ ആയിരിക്കും, അതൊരു ഗുഡ് ടച്ചാണ്. എങ്കിലും ഒരു സ്ട്രേഞ്ചർ തൊടുമ്പോൾ മോൾക്ക് എപ്പോഴും അവരോട് നോ പറയാം. ഓക്കെ, നോ പറഞ്ഞിട്ട് അവിടുന്ന് മോള് പോണം. സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മോള് പോണം. എന്നിട്ട് വന്നിട്ട് മമ്മനോട് പറയണം. കാരണം ചിലപ്പം അവര് ചില പ്രൈവറ്റ് പാർട്സിൽ തൊടുകയെ അങ്ങനെ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയല്ല. അത് ശരിയാണോ മോളെ പ്രൈവറ്റ് പാർട്സിൽ നിന്നും തൊടുന്നത്? സോ അത് മോളെ അൺകംഫർട്ടബിൾ ആക്കുമ്പോൾ അത് നോ എന്ന് പറഞ്ഞിട്ട് മോൾ എത്രയും പെട്ടെന്ന് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക്, സ്കൂളിലാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് പബ്ലിക് ആണെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിട്ട് വന്നിട്ട് എപ്പോഴും അമ്മനോട് പറയണം. ചില അങ്കിൾമാർ വന്ന് പറയും ഇതൊരു കളിയാണ്, ഇത് നല്ല മോൾ എൻജോയ് ചെയ്യും. പക്ഷെ മോള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഒരിക്കലും ഒരു ബോഡി പാർട്സ് തൊട്ടിട്ടുള്ള ഒരു കളി ഒരു എൻജോയബിൾ കളിയല്ല. ഇറ്റ്സ് നോട്ട് എ ഗെയിം. ഓക്കെ, അപ്പൊ അവര് പറയും ഇത് ആരോടും പറയരുത്, നമുക്കായിട്ടുള്ള ഒരു എൻജോയബിൾ കളി എന്ന് പറഞ്ഞാൽ അത് മോള് സമ്മതിക്കണ്ട. യു കെൻ ഓൾവേസ് സേ നോ, എനിക്ക് വേണ്ട, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. ബിക്കോസ് മോളെ സേഫ്റ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മോളെ തന്നെ സേഫ് ആകാൻ പഠിക്കണം. അപ്പൊ മോൾക്ക് മനസ്സിലായോ ഗുഡ് ടച്ചസും ബാഡ് ടച്ചസും എങ്ങനെയായിരുന്നു? അപ്പൊ മോള് പറഞ്ഞൊരു അങ്കിൾ തൊട്ടെന്ന് പറഞ്ഞു, ചീക്സ് തൊട്ടെന്ന് പറഞ്ഞില്ലേ, അത് ഗുഡ് ആയിരുന്നോ ബാഡ് ആയിരുന്നോ? ശരിയാ മമ്മ, അതൊരു ബാഡ് ടച്ച് ആയിരുന്നു. അടുത്ത പ്രാവശ്യം ഇനി അങ്ങനെ സംഭവിച്ചാൽ ഞാൻ നോ പറഞ്ഞിട്ട് മമ്മന്റെ അടുത്ത് വന്നിട്ട് എല്ലാം പറയാം. നമ്മൾ 3 വയസ്സ് മുതൽ നമ്മളെ കുട്ടികൾക്ക് അവര് പ്രൈവറ്റ് പാർട്സ് ഏതാന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരിക്കണം. നമ്മൾ എപ്പോഴും പെൺകുട്ടികളോട് പറയും സൂക്ഷിക്കണം, എങ്ങനെ ഡ്രസ് ചെയ്യണം, എപ്പോഴും പുറത്തു പോകണം, എന്ത് ചെയ്യണം എന്നൊക്കെ. പക്ഷെ നമ്മള് ആൺകുട്ടികളോട് എന്താണ് പറയേണ്ടത്? ഇപ്പൊ മോള് പറഞ്ഞ പോലെ ഞാൻ കുറച്ച് റൂഡായിട്ട് തന്നെ നോ പറഞ്ഞു. കാരണം 3-ൽ 1 പെൺകുട്ടിയും 6-ൽ 1 ആൺകുട്ടിയും സെക്ഷലി അബ്യൂസ്ഡ് ആണ്. കുട്ടികളെ സേഫ്റ്റിക്കുള്ള റെസ്പോൺസിബിലിറ്റി നമ്മൾ പേരൻസിന്റെയാണ്. നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്, എങ്ങനെയാണ് സേഫ് ആക്കുന്നതെന്ന്. ഈ ഫുൾ വേൾഡിൽ ആ റെസ്പോൺസിബിലിറ്റി നമ്മളിത് തന്നെയാണ്. അവർക്ക് സ്വയം ഈ റെസ്പോൺസിബിലിറ്റി എവിടെ നിന്നും കിട്ടില്ല. നമ്മളെ കുഞ്ഞുങ്ങളെ സേഫ്റ്റി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ ഫസ്റ്റ്